മലയാളി താരം സഞ്ജു സാംസന്റെ ആരാധകരെ സംബന്ധിച്ച് അത്ര സന്തോഷകരമായ വാർത്തകളല്ല ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിനെ കാത്തിരിക്കുന്നവർക്ക് വീണ്ടും നിരാശരാകേണ്ടി വന്നേക്കാം. കാരണം ലോകകപ്പിനുള്ള 15-അംഗ സ്ക്വാഡിൽ ഇദ്ദേഹം ഇടം പിടിച്ചേക്കില്ലെന്നാണ് PTI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സഞ്ജുവിനേക്കാൾ KL രാഹുലിനാണ് മുൻതൂക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് തീർച്ചയായും നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം IPL-ൽ ഇതുവരെയുള്ള മത്സരങ്ങൾ എടുത്താൽ രാഹുലിനേക്കാൾ ഒരുപടി മുകളിലാണ് സഞ്ജു. എന്നിട്ടും BCCIയുടെ ഫേവറേറ്റിസം കാരണം അദ്ദേഹത്തിന് വീണ്ടും ഒരു ലോകകപ്പ് കൂടി നഷ്ടമാവാൻ പോവുകയാണ്. ഋഷഭ് പന്ത് ആയിരിക്കും ലോകകപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറെന്ന് ഇതിനകം തന്നെ ഉറപ്പായ കാര്യമാണ്. ബാക്കപ്പ് റോളാണ് സഞ്ജു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനും സാധ്യതയില്ലെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഈ IPL-ൽ ഏറ്റവും അധികം റൺസ് എടുത്ത രണ്ടാമത്തെ താരം സഞ്ജു സാംസണാണ്. 9 ഇന്നിംഗ്സുകളിൽ നിന്ന് 342 റൺസുമായി ഋഷഭ് പന്താണ് തലപ്പത്തുള്ളത്. ഒരു മത്സരം കുറച്ചു കളിച്ച സഞ്ജു 314 റൺസും നേടിക്കഴിഞ്ഞു. 3 50+ സ്കോറുകൾ ഉൾപ്പെടെയാണ് സഞ്ജുവിന്റെ ഈ നേട്ടം. ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായ KL രാഹുൽ 8 കളികളിൽ നിന്ന് 302 റൺസാണ് നേടിയത്. ബാറ്റിംഗ് ശരാശരി, സ്ട്രൈക്ക് റേറ്റ് എന്നിവയിലെല്ലാം സഞ്ജുവിനേക്കാൾ താഴെയാണ് KL രാഹുലിന്റെ സ്ഥാനം. 62.8 എന്ന തകർപ്പൻ ശരാശരിയും 152.42 എന്ന കിഡ്ലൻ സ്ട്രൈക്ക് റേറ്റിലുമാണ് സഞ്ജു കളിക്കുന്നത്. പക്ഷേ രാഹുലിൻ്റെ ബാറ്റിംഗ് ശരാശരി വെറും 37.75 മാത്രമാണ്. സ്ട്രൈക്ക് റേറ്റ് ആവട്ടെ 141.12. 50കൾ എടുത്താൽ അവിടെയും സഞ്ജു തന്നെയാണ് കേമൻ. 3 50+ സ്കോറുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. KL രാഹുലിൻ്റെ പേരിലാവട്ടെ 2 50+ സ്കോറുകൾ മാത്രമാണുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് സെലക്ഷൻ കമ്മിറ്റി സഞ്ജുവിനേക്കാൾ രാഹുലിന് പ്രഥമ പരിഗണന നൽകുന്നതെന്നതാണ് ചോദ്യം. നിലവിൽ രണ്ടുപേരും IPL-ൽ ടോപ്പ് ഓർഡറിലാണ് ബാറ്റ് ചെയ്യുന്നത്. KL രാഹുൽ ഓപ്പണറായും സഞ്ജു 3-ാം നമ്പറിലുമാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും കാര്യമായ വ്യത്യാസം നമുക്ക് കാണാനാവില്ല. എന്നാൽ സഞ്ജുവിനേക്കാൾ വൈവിധ്യമാർന്ന ഷോട്ടുകൾ KL രാഹുലിൻ്റെ പക്കലുണ്ടെന്നാണ് സെലക്ഷൻ കമ്മിറ്റിയുടെയും BCCIയുടെയും വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ രാഹുൽ കഴിഞ്ഞ് മതി സഞ്ജു എന്നാണ് അവർ കരുതുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ ഋഷഭ് പന്തും KL രാഹുലുമായിരിക്കും ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ വിക്കറ്റ് കീപ്പർമാർ. റിസർവ് താരങ്ങളുടെ ലിസ്റ്റിലായിരിക്കും സഞ്ജുവിൻ്റെ സ്ഥാനം. അങ്ങനെ വന്നാൽ 15-അംഗ സ്ക്വാഡിലെ ഏതെങ്കിലും ഒരാൾക്ക് പരിക്കേറ്റാൽ മാത്രമേ അദ്ദേഹത്തിന് പ്രധാന ടീമിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സഞ്ജു ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യാം. കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ICCയുടെ ഏകദിന ലോകകപ്പിലും സ്റ്റാൻഡ് ബൈ ലിസ്റ്റിൽ മാത്രമേ അദ്ദേഹത്തിന് സ്ഥാനം നേടാൻ സാധിച്ചിരുന്നുള്ളൂ. പ്രധാന ടീമിലേക്ക് വരാൻ സഞ്ജുവിന് കഴിഞ്ഞതുമില്ല. വരാനിരിക്കുന്ന 2020 ലോകകപ്പിലും സഞ്ജു സാംസൺ തഴയപ്പെട്ടാൽ അത് വലിയ ആരാധകരോഷത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. കണക്കുകളിൽ സഞ്ജുവിന് വ്യക്തമായ മുൻതൂക്കമുണ്ടായിട്ടും അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയതെന്ന് BCCI ഉത്തരം പറയേണ്ടി വരും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.